കൂടി എല്ലാവർക്കും കേരള ടെക് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 12ാമത്തെ പാർട്ടാണ് റിവിഷൻ്റെ. നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ആയിരുന്നു നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ട്രാൻസ്ഫോമറിലത്തെ അടുത്ത ഇത് OC ടെസ്റ്റാണ്. ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് 131ാമത്തെ പോയിന്റ് OC അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് നോ ലോഡ് ടെസ്റ്റ് എന്നും വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്യുന്നില്ല. നോ ലോഡ് ടെസ്റ്റ് എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കോർ ലോസ് കാണാനാണ്. കോർ ലോസ് അല്ലെങ്കിൽ അയോൺ ലോസ് കാണാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഷണ്ട് ബ്രാഞ്ച് അല്ലെങ്കിൽ നോ ലോഡ് പാരാമീറ്റേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. നോ ലോഡ് പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ X0 അതുപോലെ തന്നെ R0 എന്നീ പാരാമീറ്റേഴ്സ് കാണാൻ നമ്മൾ ഈ ടെസ്റ്റ് യൂസ് ചെയ്യും. ഇത് കണ്ടക്ട് ചെയ്യുന്നത് റേറ്റഡ് വോൾട്ടേജിലും റേറ്റഡ് ഫ്രീക്വൻസിയിലായിരിക്കും ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഇതിൽ യൂസ് ചെയ്യുന്ന പവർ ഫാക്ടർ മീറ്റർ ലോ പവർ ഫാക്ടർ മീറ്റർ ആണ്. കാരണം ഇത് നോ ലോഡ് ആണ്. നോ ലോഡ് പവർ ഫാക്ടർ പവർ ഫാക്ടർ നമ്മൾ 0.2 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നോ ലോഡ് പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു 0.2 ലാഗിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ലോ പവർ ഫാക്ടർ മീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇത് LV സൈഡിലാണ് ചെയ്യുന്നത്. LV സൈഡിലാണ് ചെയ്യുന്നതിൽ ഇതിന്റെ എല്ലാ മീറ്റേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ LV സൈഡിലായിരിക്കും. ഇത് ഓർത്തിരിക്കാനായിട്ട് OC ടെസ്റ്റ്, നോ ലോഡ് ടെസ്റ്റ് ലോ പവർ ഫാക്ടറിലാണ് ചെയ്യുന്നത്. ലോ പവർ ഫാക്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ എന്ന് പറയുന്നത് LV, ലോ വോൾട്ടേജ് സൈഡ്. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. അടുത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പാരാമീറ്റേഴ്സ് ഇതാണ്. അത് നമുക്ക് നോ ലോഡ് വാട്ട് മീറ്ററിൽ നിന്ന് നമുക്ക് അതിന്റെ പവർ കിട്ടും. ഓക്കെ, W0 = V rated × I0 × cos ∅0. ഇതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റൈസേഷൻ കോമ്പോണന്റും അതുപോലെ തന്നെ വാട്ട്ഫുൾ കോമ്പോണന്റും കണ്ടുപിടിക്കാം. മാഗ്നറ്റൈസിംഗ് കോമ്പോണന്റ് I0 sin ∅0 ആണ്. അതുപോലെ വാട്ട്ഫുൾ കോമ്പോണന്റ് I0 cos ∅0 ആണ്. ഇതിൽ നിന്ന് നമുക്ക് നോ ലോഡ് പാരാമീറ്റേഴ്സ് റെസിസ്റ്റൻസ് RCയും ഇൻഡക്ടൻസ് XCയും കണ്ടുപിടിക്കാം. V rated / വാട്ട്ഫുൾ കോമ്പോണന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RC കിട്ടും. അതുപോലെ V rated / മാഗ്നറ്റൈസിംഗ് കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XC കിട്ടും. ഓക്കെ, ഇതാണ് OC ടെസ്റ്റ്. അടുത്ത ടെസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ എന്തിനൊക്കെ ചെയ്യുക? അതായത് നമുക്ക് ഫുൾ ലോഡ് കോപ്പർ ലോസ് കാണാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടു ഫൈൻഡ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് റെഫർ ടു മെഷറിംഗ് സൈഡ്. ഏത് സൈഡിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ സൈഡിലത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസും റിയാക്ടൻസും അതിലോട്ട് റെഫർ ചെയ്തിരിക്കുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസും റിയാക്ടൻസും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. ഈ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് HV ഹൈ വോൾട്ടേജ് സൈഡിലാണ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ലോ വോൾട്ടേജ് സൈഡിലും. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് സൈഡിലാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ഫാക്ടർ മീറ്റർ യൂണിറ്റി പവർ ഫാക്ടർ മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ലോഡഡ് ആണ്. അടുത്തത് നമുക്ക് പറഞ്ഞതുപോലെ ഫുൾ ലോഡ് കോപ്പർ ലോസ് കാണാനായിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ ഇത് ചെയ്യുക, ഈ എക്സ്പെരിമെന്റ് ചെയ്യുക റേറ്റഡ് കറണ്ടിലാണ് ഇത് ചെയ്യുക. ഇത് ചെയ്യുന്നത് റേറ്റഡ് കറണ്ടിലാണ് ഈ സാധനം ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുക റേറ്റഡ് കറണ്ടിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഫുൾ ലോഡ് കോപ്പർ ലോസ് തരും. വാട്ട് മീറ്ററിൽ തരുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആയിരിക്കും. അത് റേറ്റഡ് സ്ക്വയർ × R01 ആണ്. R01 എന്ന് വെച്ചാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഇതിൽ നിന്ന് നമുക്ക് R01 ഫുൾ ലോഡ് കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ കറന്റ് റേറ്റ് സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇംപിഡൻസ് റെഫേർഡ് ടു പ്രൈമറി ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റേറ്റഡ് കറന്റിൽ നമുക്ക് ഇംപിഡൻസ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് റിയാക്ടൻസ് ഇക്വലന്റ് റിയാക്ടൻസ് റെഫേർഡ് ടു പ്രൈമറി നമുക്ക് കണ്ടുപിടിക്കാം. ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത് UPF പവർ ഫാക്ടർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് ചെയ്യുന്നത് HV സൈഡിലാണ്. അതുപോലെ ചെയ്യുന്നത് അറ്റ് റേറ്റഡ് കറന്റിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ രണ്ട് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഫുൾ ലോഡ് കോപ്പർ ലോസ് കണ്ടുപിടിക്കാനുമാണ് നമ്മൾ SC ടെസ്റ്റ് യൂസ് ചെയ്യുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് വോൾട്ടേജ് റെഗുലേഷൻ. അടുത്തത് ഇമ്പോർട്ടൻറ്റ് മുമ്പ് സമ്മണസ് ടെസ്റ്റ് വേറൊരു ടെസ്റ്റ് കൂടി ഉണ്ട്. അത് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുക? ടെമ്പറേച്ചർ റൈസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ വേറെ പേര് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മുടെ റെഗുലേഷൻ ആണ്. ട്രാൻസ്ഫോമറിന് നമ്മൾ മോട്ടറിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും റെഗുലേഷൻ ഉണ്ട്. ഈ റെഗുലേഷൻ എപ്പോഴും ലോഡ് സൈഡിലാണ് ചെയ്യുക. കാരണം നോർമലി ലോഡ് സൈഡിലാണ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എപ്പോഴും കുറവായാലാണ് നല്ല റെഗുലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ നോ ലോഡ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഫുൾ ലോഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റേറ്റഡ് വോൾട്ടേജ് ആണ് × 100 ആണ് വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, നോ ലോഡ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റേറ്റഡ് വോൾട്ടേജ് നോർമലി നോ ലോഡ് വോൾട്ടേജിന് ഈക്വലന്റ് ആയിരിക്കും. × 100 ആണ് വോൾട്ടേജ് റെഗുലേഷൻ. ഇതിനകത്ത് അടുത്ത ഇക്വേഷൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് നമ്മൾ പറഞ്ഞ പോലെ ലോഡ് സൈഡിലാണ് മെയിനായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും ലോഡ് സൈഡിലോട്ട് റെഫർ ചെയ്യും. അതായത് സെക്കൻഡറി സൈഡിലോട്ട് നമ്മൾ റെഫർ ചെയ്യും. അങ്ങനെ കിട്ടുമ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ ഇങ്ങനെയും എഴുതാം: I2 × R02 × cos ∅2 ± I2 X02 sin ∅2 ഡിവൈഡഡ് ബൈ E2. ഓക്കെ, ഇതിൽ പ്ലസ് ലാഗിങ്ങിനാണ്. ലാഗിങ് ലോഡ് ആണെങ്കിൽ പ്ലസ് ആണ് യൂസ് ചെയ്യുക. ലീഡിങ് ലോഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേഷനെ %R cos ∅2. %R നമുക്ക് പെർ യൂണിറ്റ് വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. R പെർ യൂണിറ്റ്. അതുപോലെ തന്നെ ഇത് X പെർ യൂണിറ്റ് × sin ∅2. ഇതിൽ R പെർ യൂണിറ്റ് എന്ന് പറയുന്നത് I2 R02 ഡിവൈഡഡ് ബൈ E2 × 100. അതുപോലെ തന്നെ %X അല്ലെങ്കിൽ X പെർ യൂണിറ്റ് എന്ന് പറയുന്നത് I2 X02 ഡിവൈഡഡ് ബൈ E2. ഈ രണ്ട്
റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വോൾട്ടേജ് റെഗുലേഷനെ സംബന്ധിച്ച്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓർമ്മിച്ച് ഇപ്പോൾ ഇരിക്കണം. അതുപോലെ ഓർത്തിരിക്കേണ്ട റിലേഷൻഷിപ്പ് അതുപോലെ പ്ലസ് ലാഗിങ്ങിനും മൈനസ് ലീഡിങ്ങിനുമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നേരത്തെ പറഞ്ഞതുപോലെ ലോഡ് ലാഗിങ് ആണ്, ലാഗിങ് പവർ ഫാക്ടർ ആണ് ലോഡെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുള്ളൂ. അപ്പോൾ തന്നെ ലോഡ് ഇപ്പോൾ UPF ലോഡിംഗ് ആണ്, അതായത് റെസിസ്റ്റീവ് ലോഡ് ആണെങ്കിൽ അപ്പോഴും വോൾട്ടേജ് റെഗുലേഷൻ പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ലീഡിംഗ് കേസിൽ വരുമ്പോൾ ലീഡിംഗ് പവർ ഫാക്ടർ ആകുമ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ പോസിറ്റീവ് വരാം, 0 വരാം, നെഗറ്റീവ് വരാം. ഇതിൽ നിന്നൊരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് വരാം, അറ്റ് വിച്ച് ടൈപ്പ് ഓഫ് ലോഡ്, ഏത് ലോഡിലാണ് വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവ് വരാം. നെഗറ്റീവ് വരുന്ന ലോഡ് ലീഡിംഗ് പവർ ഫാക്ടർ ലോഡായിരിക്കും. അല്ലെങ്കിൽ ഏത് ലോഡിലാണ് 0 വോൾട്ടേജ് റെഗുലേഷൻ വരാം, പക്ഷേ അതൊക്കെ പോസിബിൾ ഉള്ളത് ലീഡിംഗ് പവർ ഫാക്ടർ ലോഡിലാണ്. ഇപ്പോഴും 0യും നെഗറ്റീവും 3 ടൈപ്പ് ഓഫ് വോൾട്ടേജ് റെഗുലേഷനും ലീഡിംഗ് പവർ ഫാക്ടറിൽ പോസിബിൾ ആണ്. ഇനി വോൾട്ടേജ് റെഗുലേഷൻ 0 ആവാനായിട്ട് ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് tan phi2 എന്ന് വെച്ചാൽ ആംഗിൾ സെക്കൻഡറിയിലത്തെ ആംഗിൾ ആണ്, ഈക്വൽ ടു R02 ഡിവൈഡഡ് ബൈ X02 ആണ് ഫോർ വോൾട്ടേജ് റെഗുലേഷൻ 0 ആവാനായിട്ട്. അതുപോലെ തന്നെ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ആവാനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ tan phi2 ഈക്വൽ ടു X02 ഡിവൈഡഡ് ബൈ R02 ആണ് ഫോർ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ. ഈ രണ്ട് പോയിന്റ്സും ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഈ വോൾട്ടേജ് റെഗുലേഷൻ പോസിറ്റീവ് 0 നെഗറ്റീവ് വരുന്ന ലീഡിംഗ് പവർ ഫാക്ടർ ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ടോപ്പിക്ക് ട്രാൻസ്ഫോമറിലെ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ഓട്ടോ ട്രാൻസ്ഫോമറിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. നമ്മുടെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ നമ്മുടെ സർക്യൂട്ട് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്, പക്ഷേ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ മാഗ്നറ്റിക്കലി മാത്രമാണ് ലിങ്കഡ് ഉള്ളൂ. ഇലക്ട്രിക്കലി ഒരു കണക്ഷനും പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും തമ്മിലില്ല. പക്ഷേ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ അത് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി കപ്പിൾഡ് ആണ്. അതായത് ഒരു ഐസൊലേഷൻ ഇല്ല, ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഇല്ല. ഇനി നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ കൊടുക്കുന്ന ഇൻപുട്ട് KVA 2 തരത്തിലുള്ള KVA ആയിട്ട് മാറും. ഒന്ന് ട്രാൻസ്ഫോംഡ് KVA ആവും, അതുപോലെ 2 കണ്ടക്റ്റഡ് KVA ആവും. കണ്ടക്റ്റഡ് KVA എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി ഉള്ള കൺവേർഷനും, ട്രാൻസ്ഫോംഡ് KVA എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക്കലി കപ്പിൾഡുമായിട്ടുള്ള KVA ആണ്. ഓക്കെ, ഇനി ഓട്ടോ ട്രാൻസ്ഫോമർ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോ ട്രാൻസ്ഫോമർ എക്കണോമിക്കൽ ആവണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, അതായത് N2/N1 0.33നും 1നും ഇടയിൽ ആണെങ്കിൽ മാത്രമാണ്, Kന്റെ വാല്യൂ ഈ 0.33നും 1നും ഇടയിലാണെങ്കിൽ മാത്രമാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എക്കണോമിക്കൽ ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ് നല്ലത്. അടുത്തത് കുറച്ച് റിലേഷൻഷിപ്പാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് KVA ഡിവൈഡഡ് ബൈ ഇൻപുട്ട് KVA എന്ന് പറഞ്ഞാൽ 1 - K ആണ്. ട്രാൻസ്ഫോംഡ് KVA എന്ന് വെച്ചാൽ മാഗ്നറ്റിക്കലി കപ്പിൾഡ് സർക്യൂട്ടിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത KVA ഈക്വൽ ടു 1 - K ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടക്റ്റഡ് KVA ഡിവൈഡഡ് ബൈ ഇൻപുട്ട് KVA ഈക്വൽ ടു K ആണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K ആണ്. കണ്ടക്റ്റഡ് KVA എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി കണക്ഷനിൽ കൂടി കൺവേർട്ട് ആവുന്ന ഇൻപുട്ട് പവറിനെയാണ് കണ്ടക്റ്റഡ് KVA എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ട്രാൻസ്ഫോമർ ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആണ് ഇത്. വെയിറ്റ് ഓഫ് കണ്ടക്ടർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് കണ്ടക്ടർ ഇൻ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഇസ് ഈക്വൽ ടു 1 - K ആണ്. അതായത് വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കണ്ടക്ടറിന്റെ വെയിറ്റും ഡിവൈഡ് ബൈ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ കണ്ടക്ടറിന്റെ വെയിറ്റും ഈക്വൽ റിലേഷൻഷിപ്പ് വരുന്നത് 1 - K എന്ന റിലേഷൻഷിപ്പിലാണ്. നാലാമത്തത് KVA റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ KVA റേറ്റിംഗ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 - K. ഈ 4 റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമറെ സംബന്ധിച്ച്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഇക്വേഷനിൽ ഏതെങ്കിലും ഫോർമുലയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക. KVA റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ KVA റേറ്റിംഗ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 - K. അതുപോലെ ഈ ഇക്വേഷനും ഓർത്തിരിക്കാം. അടുത്തത് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമറിന് വേണ്ട കുറച്ച് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. ആദ്യത്തത് വോൾട്ടേജ് റേഷ്യോ ഷുഡ് ബി സെയിം. പാരലൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള 2 ട്രാൻസ്ഫോമറിൻ്റെയും വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം. X/R റേഷ്യോ സെയിം ആയിരിക്കണം 2 ട്രാൻസ്ഫോമറിൻ്റെയും. അതുപോലെ തന്നെ സെറ്റ് പെർ യൂണിറ്റ് ഷുഡ് ബി സെയിം ഓഫ് ഈച്ച് ട്രാൻസ്ഫോമർ. ഓരോ ട്രാൻസ്ഫോമറിൻ്റെയും സെറ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കണം വിത്ത് ബേസ് ടേക്കൺ ഓഫ് ഇറ്റ്സ് ഓൺ ട്രാൻസ്ഫോമേഴ്സ്. അതായത് ട്രാൻസ്ഫോമറിന്റെ ബേസ് എടുത്തിട്ട് അതിന്റെ സെറ്റ് പെർ യൂണിറ്റ് 2ന്റെ സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യാമെങ്കിൽ മാത്രമാണ് പാരലൽ ഓപ്പറേഷൻ ട്രാൻസ്ഫോമർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പൊളാരിറ്റി, 2 ട്രാൻസ്ഫോമറിന്റെ പൊളാരിറ്റിയും സെയിം ആയിരിക്കണം. പൊളാരിറ്റി ഓഫ് ട്രാൻസ്ഫോമർ ഷുഡ് ഓൾസോ ബി സെയിം. പൊളാരിറ്റിയും സെയിം ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ചെയ്യാൻ പറ്റുള്ളൂ. അവസാനത്തെ ട്രാൻസ്ഫോമറിലത്തെ ഇമ്പോർട്ടൻ്റ് ആയി കരുതുന്ന പോയിന്റിൽ ഒരെണ്ണം ഇതാണ്. ഓട്ടോ ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണ് എയ്ഡിങ് ആണോ ഓപ്പോസിംഗ് ആണോ എന്ന് മനസ്സിലാക്കാം. ട്രാൻസ്ഫോമറിന്റെ കണക്ഷനിൽ ഒരു പ്രൈമറിയിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നത് ഡോട്ടഡിലാണ്, സെക്കൻഡറിയിൽ കറണ്ട് ലീവ് ചെയ്യുന്നത് ഡോട്ടഡിലാണെങ്കിൽ അത് എയ്ഡിങ് ആണ്. ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ഇത് 2 വൈൻഡിങ് ആണ്. ഇതിൽ കറണ്ട് ഒരു വൈൻഡിങ്ങിൽ എൻ്റർ ചെയ്യുന്നത്
ഡോട്ടഡിലാണ്, പക്ഷേ ഇവിടെ കറണ്ട് ലീവ് ചെയ്യുന്നതാണ് ഡോട്ടഡിൽ. അപ്പോൾ കറണ്ട് എൻ്റർ ചെയ്യുന്ന ഒരു വൈൻഡിങ്ങിൽ കറണ്ട് എൻ്റർ ചെയ്യുന്ന ഡോട്ടഡിലാണെങ്കിൽ എയ്ഡിങ് ആവണമെങ്കിൽ അപ്പുറത്തെ വൈൻഡിങ്ങിൽ അത് ലീവ് ചെയ്യുന്നത് ഡോട്ടഡിലായിരിക്കും. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എയ്ഡിങ് ആണ്. എന്നാൽ ഇതിൽ രണ്ടിലും കറണ്ട് എൻ്റർ ചെയ്യുന്നത് ഡോട്ടഡ് പോയിന്റിലാണ്. അതുകൊണ്ട് ഈ ഒരു സർക്യൂട്ട് ഓപ്പോസിങ് ആണ്. ഓക്കെ, ഇതോടെ ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. ഓക്കെ, അടുത്ത ഇതിൽ നമ്മൾ സിൻക്രണസ് മെഷീൻ്റെയും ഇൻഡക്ഷൻ മെഷീൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രം നോക്കി നമ്മുടെ മെഷീൻസ് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.